ഹലോ ചക്കരകളെ, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ആരാണ് സൗന്ദര്യം ആഗ്രഹിക്കാത്തത്? എപ്പോൾ തൊട്ടാണ് നമുക്ക് സൗന്ദര്യം കൂടുതൽ വേണമെന്ന് ചിന്തിക്കുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യാമോ? എങ്കിൽ ഞാൻ പറയാം, ഒരു 40-ന് ശേഷമാണ് നമുക്ക് എപ്പോഴും സൗന്ദര്യം വേണമെന്ന് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണല്ലോ നമുക്ക് പല പല മാറ്റങ്ങളും നമ്മുടെ മുഖത്തും സ്കിന്നിലും ഒക്കെ ആയിട്ട് ഉണ്ടാകുന്നത്, അല്ലേ? കണ്ണുകളിലെ കറുപ്പും മുഖത്തെ ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും കരിവാളിപ്പും എല്ലാം ഇതൊക്കെ തന്നെ ഒന്ന് തന്നെയാണ്, ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇതെല്ലാം തന്നെ മാറി മാറി വരുന്നതും റിങ്കിൾസ് ഉണ്ടാകുന്നതും കവിളൊക്കെ സ്കിന്നൊക്കെ താഴോട്ട് സാഗ് ചെയ്യുന്നതും ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് 40-ന് ശേഷമാണ്. അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്നതൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഹോർമോണിൻ്റെ വ്യതിയാനമൊക്കെ ഉണ്ടാകുന്നു, പീരിയഡ്സിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു, മെനപ്പോസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഉറക്കക്കുറവും അതുമൂലം ക്ഷീണവും തളർച്ചയും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുവരുന്നത്. അപ്പോൾ 40 വയസ്സിന് ശേഷമാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിലൊന്ന് നമ്മൾ കെയർ ചെയ്യേണ്ട സമയം. ആ സമയത്ത് നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 40 വയസ്സ് കഴിഞ്ഞാലും 50 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് 60 വയസ്സായോ എങ്കിൽ പോലും നിങ്ങളുടെ സ്കിന്ന് വളരെ മനോഹരമായിട്ട് തന്നെ ഇരിക്കും. റിങ്കിൾസും ഫൈൻ ലൈൻസും ഒന്നും അധികം കൂടാതെയും അതുപോലെ തന്നെ നല്ലൊരു തിളക്കമുള്ള ചർമ്മവും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അതിനുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ ചർമ്മത്തിൻ്റെ ചുളിവുകൾ അകറ്റാനായിട്ടും ആ ഒരു റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറാനായിട്ടും കണ്ണിലടിയിലെ കറുപ്പ് മാറാനായിട്ടും ഒക്കെ ഒരുപാട് നാച്ചുറൽ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതൊന്ന് എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി നമുക്കിതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. കെമിക്കൽ ക്രീമുകളും കെമിക്കൽ പായ്ക്കുകളും കെമിക്കൽ ഡൈകളും പലതരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിലും നല്ലത് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് ഹെയർ ഡൈകളും ഫേസ് പായ്ക്കുകളും ഫേസ് ക്രീമുകളും ഒക്കെ ഉണ്ടാക്കി തേക്കുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ റിസൾട്ടുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസും ഡാർക്ക് സ്പോട്ടും കലകളും ഒക്കെ മാറി നമ്മുടെ മുഖചർമ്മം നല്ല തിളങ്ങാനും അതുപോലെ തന്നെ മുഖം നല്ല ടൈറ്റാക്കാനും റിങ്കിൾസ് ഒന്നും വരാതിരിക്കാനുമുള്ള നല്ലൊരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 ഗ്ലാസ് പാല് വേണം. ചെറിയ കപ്പിന് 1/4 ഗ്ലാസ് പാല്. മഞ്ഞൾപ്പൊടി വേണം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ 2 രൂപയുടെ സാഷ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കുംബറിൻ്റെ ഒരു പകുതി കുക്കുംബർ അരിഞ്ഞ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോവേര ജെല്ലും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ അളവ് എത്രയാണെന്ന് ഞാൻ പറയാം. നമുക്ക് വേണ്ടത് ഒരു 1/4 ഗ്ലാസ് പാല് വേണം. അതുപോലെ തന്നെ 2 രൂപയുടെ സാഷ പാക്കറ്റിൻ്റെ ഒരു ബ്രൂ കോഫി വേണം. പാല് നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൂട്ടാനായിട്ടും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ്, നല്ലൊരു ബ്രൈറ്റനിങ് സ്കിന്ന് കിട്ടാനായിട്ടും അതുമൂലം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ കുറയാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. കുക്കുംബർ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ മുഖത്ത് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഈർപ്പ് നിലനിർത്തി നമ്മുടെ സ്കിന്നിനെ തിളക്കമുള്ള ചർമ്മമാക്കാൻ സഹായിക്കുന്നു. അതുമൂലം റിങ്കിൾസും ഫൈൻ ലൈൻസും കുറയാൻ സഹായിക്കുന്നു. ഇനി കോൺഫ്ലവറാണ്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കി വെക്കാൻ സഹായിക്കുന്നു. ഇലാസ്റ്റികത നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. മുഖചർമ്മം തിളങ്ങാൻ സഹായിക്കുന്നു. പാടുകളും വരകളും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ, സൂര്യൻ്റെ പ്രകാശമൊക്കെ നമ്മുടെ മുഖത്ത് നല്ല വെയിലൊക്കെ ഏൽക്കുമ്പം അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺഫ്ലവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അലോവേര ജെല്ല്. ഞാൻ ഫ്രഷ് അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് വേണമെങ്കിൽ വാങ്ങിക്കാം. പ്ലെയിൻ അലോവേര ജെല്ല് തന്നെ വാങ്ങിക്കുക. വൈറ്റ് അലോവേര ജെല്ല് തന്നെ വാങ്ങിക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം. അപ്പം അലോവേര ജെല്ല് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് വേണ്ടത് ഒരു കറ്റാർവാഴയുടെ പകുതി മതി. അത് നല്ലപോലെ കറ കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് സ്കിന്നാക്കി വെക്കാനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് മഞ്ഞൾപ്പൊടി. പണ്ടുകാലം മുതൽക്കേ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിച്ച് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കളർ കൂട്ടാനായിട്ടും തിളക്കം കൂടാനായിട്ടും പാടുകളും കലകളും ഒക്കെ കുറയ്ക്കാനായിട്ടൊക്കെ മഞ്ഞൾപ്പൊടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക്
ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ കുക്കുംബറും അലോവേറ ജെല്ലും കൂടെ മിക്സിയിലിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. അല്ലാതെ വെള്ളം ഒന്നും ഒഴിക്കരുത്, ഫ്രഷായിട്ട് തന്നെ അടിച്ചെടുക്കുക. ആ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരു കേടും കൂടാതെ അവിടെ ഇരുന്നോളും. നമ്മൾ എന്താ പറയുക, പുറത്തു നിന്നൊക്കെ ക്രീമും കാര്യങ്ങളും കെമിക്കൽസൊക്കെ വാങ്ങിക്കുന്നതിലും ഒത്തിരി നല്ലതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് തേച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇനിയും നമുക്ക് ഒരു ചെറിയ ബൗൾ എടുക്കുക, അത് അടുപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. തീ കത്തിക്കൊന്നും വേണ്ട, ആദ്യം വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ കോൺഫ്ലവറിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ആ ഒരു മിശ്രിതം, അതായത് കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബറും കൂടെ അടിച്ചെടുത്ത ജ്യൂസിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/4 ഗ്ലാസ് പാല് വേണം. അപ്പോൾ പാൽ ഒഴിക്കുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിച്ചൊഴിച്ചേക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, വേണമെങ്കിൽ മാത്രം പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് ആദ്യം ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/4 ഗ്ലാസ് പാൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് കുറുകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കോൺഫ്ലവർ കൂടെ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. കോൺഫ്ലവറും കലക്കിയ വെള്ളവും നമ്മുടെ കുക്കുംബറും അലോവേറ ജ്യൂസും മിക്സ് ചെയ്തുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്കിനിയും ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ 2 രൂപയുടെ സാഷ പാക്കറ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല നാടൻ മഞ്ഞൾപ്പൊടി ആയിരിക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി വാങ്ങിക്കരുത്. പൊടിച്ച് വെച്ച നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ച് കിട്ടുന്ന മഞ്ഞൾപ്പൊടി വാങ്ങിക്കുക. അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു ശകലം പീസ് കലയിൽ ഉരച്ചെടുത്തിട്ട് ഒരു 1/4 ആയിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കൂട്ടി വെക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും തീരെ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് നമുക്കൊരു ക്രീം ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. നല്ലൊരു ഫേസ് ക്രീമാണ്. നിങ്ങൾക്ക് യാതൊരു ചിലവുമില്ലാതെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് ക്രീമാണ്. ഫേസ് പാക്കും ഫേസ് ക്രീമുമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇത് നല്ലതായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ അടുക്കി പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒട്ടും അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂള് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ടും നമ്മുടെ സ്കിന്നിലെ, അതായത് ഒരുപാട് നല്ലതാണ് ഡ്രൈ സ്കിന്നുകാർക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂള്. സ്കിന്നിനെ ഒരു സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും റിങ്കിൾസൊക്കെ കുറയ്ക്കാനായിട്ടും നല്ല ടാനൊക്കെ മാറിക്കിട്ടാനായിട്ടും ചുളിവുകളെല്ലാം നന്നായിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. അതായത് റിങ്കിൾസ് കുറയും. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂള്. അത് നമ്മൾ ഒരെണ്ണമാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കെന്താണ് ഇതെല്ലാം കൂടെ വീണ്ടും, അപ്പം നമ്മൾ ആദ്യം ഇത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർക്കാനായിട്ട് കേട്ടോ. അന്നേരം ചൂടോടുകൂടി ചേർക്കല്ലേ. ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ. ഞാനിപ്പോൾ 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം കുറച്ചുണ്ടാക്കുവാണെങ്കിൽ നമുക്കത് മതി. ഇല്ലെങ്കിൽ 2 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് ദിവസം വെക്കാനാണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് തണുത്തതിന് ശേഷം, അന്നേരം തണുത്ത് കിട്ടുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുക. ചെറിയൊരു തണുപ്പോടുകൂടി വേണം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതുപോലുള്ള ഡബ്ബയിൽ സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് ഒരു ഫേസ് വാഷ്, നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. നല്ലൊരു ഫേസ് വാഷ് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക. 25 മിനിറ്റോളം നമ്മുടെ ഫേസിൽ ഇത് വെക്കുക. കാരണം വൈകുന്നേരങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഫേസ് കഴുകിക്കളയുക. ഒരുപാട് റിങ്കിൾസൊക്കെ ഉള്ളവർ 1 മാസം തുടർച്ചയായിട്ട് തേക്കുക. റിങ്കിൾസ് കുറവുള്ള ആൾക്കാർ ആഴ്ചയിൽ 2-3 വട്ടം ചെയ്താൽ മാത്രം മതി. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളം നനച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒരു മസാജ് ചെയ്തതിന് ശേഷം വേണം ഇത് റിമൂവ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടുന്നതായിരിക്കും. 10 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഫേസ് ക്രീമായിട്ടും ഫേസ് പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.